ഹലോ, ഡോക്ടർ നിയാസയാണ്. നമ്മുടെ നെക്സ്റ്റ് വീക്ക് തുടങ്ങുന്ന യോഗ ഫോർ പ്രഗ്നൻറ്റ് വുമൻ സെഷനെ കുറിച്ചിട്ട് കുറച്ച് പേര് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻറ്റ് ലേഡീസ് 3 മാസം കഴിഞ്ഞിട്ടുള്ള, ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് 4-ാം മാസത്തിലേക്ക് കടന്നിട്ടുള്ള 4, 5, 6 മാസങ്ങളിലുള്ള പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള യോഗ ആസനങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലരുടെയും സംശയം ഇത് നമുക്ക് ഈ ഒരു സമയത്ത് യോഗ ചെയ്യാൻ പറ്റുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ്, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും, പ്രഗ്നൻറ്റ് ലേഡീസിന് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അഫർമേഷൻസും ആണ്. ഈ ഒരു സെഷനുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രഗ്നൻറ്റ് ലേഡീസിന് പൊതുവേ ആദ്യത്തെ 3 മാസങ്ങളിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ തന്നെ വോമിറ്റിംഗ്, ആങ്സൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി അമ്മയാണെങ്കിലും ഗർഭസ്ഥ ശിശുവാണെങ്കിലും സ്റ്റേബിൾ ആവുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഭാഗമായി, പ്രഗ്നൻസിയുടെ ഭാഗമായി ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, മെയിനായിട്ട് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ പെൽവിക് പെയിനിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്സും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ തന്നെ. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ട്വിസ്റ്റിംഗ്, നമ്മുടെ ശരീരം ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ്, അതുപോലെ തന്നെ കമഴ്ന്ന് കിടന്ന് നമ്മുടെ അബ്ഡോമന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എക്സസൈസും, അതുപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ മലർന്ന് കിടക്കുന്ന രീതിയിലുള്ള എക്സസൈസും ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതല്ലാതെ നമ്മൾ ഇരുന്നു കൊണ്ടും അതുപോലെ തന്നെ നിന്നുകൊണ്ടും ചെയ്യുന്ന കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഇതിലൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.